ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചപ്പാത്തി, നാൻ, റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മഷ്റൂം മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം മഷ്റൂം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യാറെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ ഒരു മഷ്റൂം ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ പതുക്കനെ പീൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല, നന്നായിട്ട് കഴുകിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാറുള്ളത്, അപ്പോൾ നിങ്ങൾക്കും അതൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അങ്ങനെ ഞാനിപ്പോൾ ദാ എല്ലാ മഷ്റൂമും പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കട്ട് ചെയ്യാമെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനൊരു മഷ്റൂം എടുത്തിട്ട് ഞാൻ അതിനൊരു 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യായിരിക്കും നല്ലത്, വല്ലാണ്ട് ചെറുതാക്കി കട്ട് ചെയ്യുമ്പോൾ അത് ഉടഞ്ഞു പോവും. അങ്ങനെ എല്ലാ മഷ്റൂമും ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ടിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് കുതിർത്ത് വയ്ക്കുന്നുണ്ട്. ഇനി കറി റെഡിയാക്കാനായിട്ട് ഒരു പാനിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം 2 വലിയ സബോള ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കിതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി സബോളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഞാനിതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഒനിയനൊക്കെ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, കശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, പിന്നെ ഞാനിതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ. ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറി നല്ലൊരു മൂത്ത മണം വരുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ദാ നമ്മുടെ മസാലയിൽ നിന്നൊക്കെ നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ തക്കാളി പേസ്റ്റ് പോലെ അരച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഈ തക്കാളിയിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞ് കാണുന്ന വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ദാ നമ്മുടെ തക്കാളിയിൽ നിന്നൊക്കെ കണ്ടോ, സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയുടെ ആ പച്ച ടേസ്റ്റും നന്നായിട്ട് മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന കാഷ്നട്ട് ഉണ്ടല്ലോ, അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂമൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ശ്രദ്ധിച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കുത്തി ഇളക്കിയാൽ മഷ്റൂമൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇനി ആ മസാലയെല്ലാം മഷ്റൂമിലൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണ പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഈ മഷ്റൂം ഇങ്ങനെ ഇരിക്കും തോറും അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്ന് തുടങ്ങും. കണ്ടോ, നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചിട്ട് കുക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞു. മഷ്റൂമിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മഷ്റൂം കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പം ഞാൻ ഇതിലോട്ട് ഇനി ഒരു 1/2 ഗ്ലാസ് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തള വന്ന് തുടങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും ഇതൊന്ന് 5 മിനിറ്റ് അടച്ചിട്ട് കുക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. കണ്ടോ, നമ്മുടെ മഷ്റൂമൊക്കെ നല്ലപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഈ സ്റ്റേജിൽ തന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിൽ നമുക്ക് വല്ല ഉപ്പോ എരിവോ എങ്ങാനും കുറവുണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാനൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇതിരിക്കും തോറും നല്ല തിക്കായിട്ട് വരും ചെയ്യും, അതുപോലെ നല്ലൊരു ഡാർക്ക് കളറാവും ചെയ്യും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന സബ്സ്ക്രൈബ് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട്
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ഗുഡ് ബൈ.